നമസ്കാരം. ഇന്ന് ദീപാവലി സ്പെഷ്യൽ കരഞ്ച റെഡിയാക്കാൻ നല്ല രുചിയായി കഴിക്കാൻ. ആദ്യം തന്നെ 1 കിലോ മൈദ ഒരു പ്ലേറ്റിലേക്ക് അരിച്ചിട്ട് ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുക. മൈദയിൽ ഒരു നുള്ളു ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചൂടോടെ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ചൂട് തണുത്തപ്പം കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. കുറേശ്ശായി ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് റെഡിയായി. ഒന്ന് അടച്ചു വെക്കാം കുറച്ച് നേരത്തേന്. ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി ചീഞ്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ബൗൾ റവ ഒന്ന് വറുത്തെടുക്കാം. അത് മാറ്റി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1.5 ബൗൾ കൊപ്ര ക്രഷ് ചെയ്തതാണ്. അതൊന്ന് വറുത്തെടുക്കാം. അത് മാറ്റി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം പൊടിച്ചത് ഇട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ ഒരു പരിപ്പ് പോലത്തെ സാധനമുണ്ട് പൂനെ കിട്ടുന്നത്. എല്ലാം കൂടി മൈദയിലിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇലാച്ചിപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടണം. ഇതുപോലെ മടക്കി നെയ്യ് വെച്ച് ഇങ്ങനെ തിരുവിളായി പരത്തി അപ്പോൾ നല്ല ലെയർ കിട്ടും കരഞ്ചക്ക്. ഇനി സ്പൂൺ കൊണ്ട് കോരി പതുക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് സെറ്റാക്കി സൈഡിൽ കുറച്ച് പാലിങ്ങനെ തൊട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ പിടിച്ച് മടക്കി കൈകൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. കൈകൊണ്ട് പിന്നെ ഒന്ന് അമർത്തി കൊടുത്ത് ഇതാ ഒരു കരഞ്ച റെഡിയായി. രണ്ടാമതും അതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം. ഇതുപോലെ പാല് തൊട്ട് കൊടുത്ത് ഇങ്ങനെ അമർത്തി കട്ട് ചെയ്യാം. അതുപോലെ 2 കരഞ്ചിയായി. പിന്നെ എണ്ണ തിളപ്പിച്ച് ചൂടായോന്നറിയാൻ കുറച്ച് പൊടിയിട്ട് അപ്പോൾ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഫ്ലെയിം ഏറ്റവും കുറച്ച് കൊടുക്കണം. അല്ല പിന്നെ പെട്ടെന്ന് പുറത്ത് കരിഞ്ഞു പോവും, ഉള്ളു വേകാതാവും. ഇങ്ങനെ തട്ടി കൊടുത്ത് വേവിച്ചെടുക്കാം. കരഞ്ച റെഡിയായി. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്ക്. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്. ഇത് കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ചെയ്യണേ.